കണ്ടില്ലേ പട്ടിദാറിന്റെ അടിയിൽ നിങ്ങൾ അങ്ങ് വഴഞ്ഞു. ഞാൻ കളിച്ചല്ല സായി സുദർശൻ സ്റ്റമ്പിന് എറിഞ്ഞു പോയി. അതൊക്കെ സ്ലിപ്പായി പോയതല്ല ഞങ്ങളെ ടീമിന്റെ അത്രയും 10-250 റണ്ണൊന്നും അടിച്ചാൽ അതിനേക്കാളും നല്ലത് സ്റ്റമ്പിന് അടിച്ചു പോവാണെന്നുള്ളതാണ്. അടിച്ചു പോകുന്നില്ല, സൂപ്പർ ഷോട്ട് അടിച്ച് സ്റ്റമ്പിന് അറിയില്ല, ആ സ്റ്റെമ്പ് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചില്ലായി. സുദർശൻ അതുവരെ അവിടെ ഭയങ്കര അടിയായിരുന്നു രണ്ടാളും കൂടി. ഓടാൻ കിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ കുറച്ച് നിക്കണ്ടേ എന്നിട്ടല്ല അടിച്ചല്ലേ. ഞങ്ങളെ കൊണ്ട് കഴിക്കൂലായിരുന്നു. ആകെ ആ ബട്ട്ലറാണ് എന്തെങ്കിലും കാട്ടാൻ ശ്രമിക്കും. പിന്നെ തേവാട്ടിന്റെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയെന്നാ ഞാൻ പറഞ്ഞില്ല. ഇന്നലത്തെ നിങ്ങളോട് പറഞ്ഞാണ് നിങ്ങൾക്ക് നിങ്ങളെ മറ്റേ അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ അടിച്ചാന്നല്ലാതെ പുറത്തിറങ്ങിയാ നിങ്ങൾ ഒന്നുമല്ല എന്നുള്ള ഞങ്ങളെ ഫൈനലിൽ നിങ്ങളെ കിട്ടും. ഞങ്ങൾക്ക് നിങ്ങളെ ഫൈനലിൽ കിട്ടുന്നേ, അത് ഞങ്ങളെ ഗ്രൗണ്ടിലാണ്. അപ്പൊ നിങ്ങളെ ഒരു പേടിച്ചാണ്ട് അതിന്റെ മുമ്പുള്ള കളി, ഫൈനലിന് മുമ്പുള്ള കളിയായി. അതൊക്കെ ഞങ്ങൾ ജയിക്കുമല്ലോ, അതല്ലേ ഞങ്ങളെ കോൺഫിഡൻസ്. ജയിച്ചില്ല, ഞങ്ങളെ കോൺഫിഡൻസ് ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾ മനസ്സിലായിക്കോളി. ഞങ്ങൾക്ക് ഇനി ആരെ വരാനുള്ളത് മാത്രം ഞങ്ങൾ കാത്തിക്കണം. ആരാ വരാനുള്ളത്? അല്ലെങ്കിൽ തോൽപ്പിച്ചു വിടും. വന്നാലും നിങ്ങളെ തീരുമാനം ആറാറാണെങ്കിലും SRH ആണെങ്കിലും ഞങ്ങൾ തോൽപ്പിക്കും. ഞങ്ങൾ നേരെ എന്ത് ചെയ്യും, നിങ്ങളെ ഫൈനലിലെത്തും. അതും ഞങ്ങളെ സ്വന്തം ഹോം ടർഫില്. നിങ്ങളെ ഇതിനുള്ള പകരം ഗുജറാത്തേക്ക് ഒരു കൊണ്ടുപോകുന്നതിനെ പറ്റി എല്ലാവർക്കും ഒരു വർത്താനുണ്ട്. ഇതിനാണ് പക്ഷെ അതൊക്കെ കുശുമ്പോണ്ട് പറയണേ. അവിടെ നടത്തുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എന്നിട്ടൊന്നും കിട്ടില്ല. ഈ പ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇന്നലത്തെ ഉണ്ടല്ലോ മനസ്സ് നിങ്ങളെ വല്ലാതെ ഒരു മുറിവേൽപ്പിക്കലും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾക്ക് ഏത് ഫൈനലിൽ നിങ്ങളെ കിട്ടണം. അതെ, അത് പണ്ട് ഇങ്ങനെ ഫൈനലിൽ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് വേറെ ആൾക്കാരെ വർത്താനൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞേക്കാം. അതേപോലെ നിങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുമ്പ് തന്നെ നിങ്ങളെ കാര്യം തീരുമാനവും. നിങ്ങളെ ഫൈനലിൽ എത്തണ്ടേ. ഞങ്ങളെ കോഹ്ലിന്റെ അടിയൊക്കെ കണ്ട. കോഹ്ലി പഠിക്കൽ പിന്നെ എന്താ വെച്ചാൽ ഒരു കുഴപ്പമില്ല വെച്ചാൽ കോഹ്ലി ഔട്ടായ പിന്നെ പഠിക്കലും കയറി പോകും. അതിപ്പോ ഒരു സ്ഥിരം പരിപാടിയാ. പക്ഷെ ഞങ്ങൾക്ക് സാൾട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ 300 വന്നേനെ. 300 കെടാൻ പോകുന്നതിന് മുമ്പുള്ള അത്രയുള്ളൂ. ഫൈനലിൽ നിങ്ങളൊക്കെ കിടക്കണം നമ്മൾ കിടക്കും. ഒരു ഗഡും ഓഫാവില്ല. കഴിഞ്ഞ കൊല്ലം ഇതേ വർത്താനം എല്ലാരും ഫൈനലിൽ എത്തിയാൽ നിങ്ങൾ ഫൈനൽ തോൽക്കും. അതിന്റെ മുമ്പ് ഓരോ കളി RCB തോൽക്കും. ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കളി തോൽക്കും. നമുക്ക് നോക്കാം ഈ പ്രാവശ്യം നിങ്ങളല്ല കപ്പ് എടുക്കാനുള്ളത്. ഞങ്ങൾ തന്നെയാണ് 92 റൺസിന് നിങ്ങളെ തീരുമാനമാക്കി. നിങ്ങൾ ഇവിടെ മുണ്ടരുത്. നിങ്ങൾക്ക് ഒരു വോയിസും ഇല്ല.